നമ്മെ വിട്ട് നിത്യത്തിലേക്ക് പ്രവേശിച്ചതായ പ്രിയ ഭാഷയെക്കുറിച്ച് സാക്ഷ്യം പറയാനുള്ള അവസരമാണ്. ആദ്യമായി കുടുംബാംഗങ്ങൾ പറയുക, അതിനുശേഷം വിശ്വാസികൾക്ക് ശിഷ്യവേലക്കാർക്കും സമയമനുസരിച്ച് പറയാവുന്നതാണ്. ആദ്യമായി കുടുംബാംഗങ്ങൾ സാക്ഷി പറയുക. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ജ്യേഷ്ഠനെ കുറിച്ച് എനിക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും വിഷമത്തോടെ പറയുകയാണ്. ജ്യേഷ്ഠനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവിനും മാതാവിനും ഞങ്ങൾ 3 ആൺപിള്ളേരും ഒരു ഇളയൊരു പെങ്ങളുമായിരുന്നു. ഇളയൊരു പെങ്ങളെ വളരെയധികം സ്നേഹിച്ചു. അങ്ങനെ 19 വയസ്സിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാൻ സാധിച്ചു. 1992 ജനുവരി മാസം 30 തിരുവല്ലായി വെച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. അവിടെ 1 വർഷം മദ്രാസിലേക്ക് കടന്നുപോയി. അവിടുന്ന് അടുത്ത വർഷം 93 മാർച്ച് മാസം ബാബുച്ചാന് മദ്രാസ് കൺവെൻഷന് പോയി. അവൾക്ക് മലേറിയ ബാധിച്ചു കഴിഞ്ഞ് അവളെ തിരുവനന്തപുരത്ത് സെൻട്രൽ ഫെയ്ത്തമേ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് വളരെയധികം കൂടി. അവളെ 93 ജൂൺ മാസം 8 താൻ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തുവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ബാബുച്ചാന് 1997 ജനുവരി മാസം 30 കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് പോകാൻ ഇറങ്ങി. അതിനു മുമ്പായിട്ട് അന്നത്തെ കാലത്ത് ഷൈപ്പിൽ ഷോട്ടാനും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു, അമ്മയോടും പറഞ്ഞു, എനിക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോൾ പോകണ്ട, നീ മൂത്ത മോനാണ്, ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. എങ്കിലും കർത്താവിൻ്റെ ശബ്ദം ഒരു 3 പ്രാവശ്യം കേട്ടു. അത് പറഞ്ഞു, എങ്കിൽ സാധിക്കട്ടെ. അങ്ങനെ 1977 ജനുവരി മാസം 30 തിരുവല്ലായി വെച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് മദ്രാസിൽ പോയി. വളരെയധികം ശരീരത്തിൽ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും അതെല്ലാം പിടിച്ചു നിന്ന് സന്തോഷത്തോടെ സഹിച്ചു. അന്നത്തെ കാലത്ത് മാസിക പ്രവർത്തനമായിരുന്നു നമ്മുടെ ഫെയ്ത്തോയിൽ. അങ്ങനെ മുന്നോട്ട് പോയി. കഴിഞ്ഞ 48 വർഷക്കാലം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അതിനിടയ്ക്ക് ബൈക്ക് അപകടമുണ്ടായി, കാർ അപകടമുണ്ടായി, തലയ്ക്ക് വല്ലാത്ത പ്രയാസങ്ങളുണ്ടായി. എങ്കിലും ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിച്ചു. ഇത്രത്തോളം ദൈവം നടത്തി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കേരളത്തിൻ്റെ പല സെൻറ്ററുകളിലും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച റാന്നി കൺവെൻഷനായിരുന്നു. അപ്പോൾ കടന്നു വന്നു. എനിക്ക് കാണാനൊത്തില്ല. ഞാൻ വൈകിട്ടാണ് കൺവെൻഷൻ കടന്നു വന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ബാബുച്ചാൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ ചോദിച്ചാൻ എന്നോട് പറയുണ്ടായി, വ്യാഴാഴ്ച വൈകിട്ട് വന്നു, യോഗത്തിനിരുന്നില്ല, മുറിയിൽ കിടക്കുകയായിരുന്നു, അതുപോലെ ക്ഷീണമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോയിരുന്നു. ആ കിടപ്പ് ഇവിടെ കിടന്നതാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഏകദേശം ഒരു 12 ആയപ്പോൾ വെച്ചിച്ചിറ ഫെയ്ത്തമേന്ന് അച്ചായന് വിളിച്ചെന്നോട് പറഞ്ഞു, കൊല്ലൂര് ചേട്ടന് ഇച്ചിരി കൂടുതലാണ്, അത് പോയി കാണണമെന്ന് പറഞ്ഞു. അനിയന് ഡൽഹിയിലാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചാൽ ഞാൻ പോകാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അപ്പച്ചൻ എന്നെ വിളിച്ച് പറഞ്ഞു, വളരെ കൂടുതലാണ്, ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ കേട്ടു. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഏകദേശം 3 മണിയായപ്പോൾ ഞാനൊരു കാറ് വിളിച്ചു. അവിടുന്ന് പോരുന്നു. 2:30 ആയപ്പോൾ ഇവിടുത്തെ സെൻട്രൽ അമ്മച്ചി മറിയാമ്മച്ചി അവിടെ ഇരുന്നതാണ്, 71 അവിടെ ഇരുന്നതാണ്. അപ്പോൾ അമ്മച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, ജോസേ വന്ന് കാണണം, നമുക്ക് ഈ ലോകത്തിലോട്ട് കിട്ടുകയില്ല, അപ്പം വന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഏകദേശം 5:15 ഇവിടെ ഫെയ്ത്തോയിൽ വന്നു. ഫെയ്ത്തോയിൽ വന്ന് ഞാൻ ബാബുച്ചായെന്ന് വിളിച്ചു. അന്നേരം നാക്കെടുക്കത്തില്ല, നാക്ക് തിരിയത്തില്ല, തലയാട്ടി മനസ്സിലായെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. ഏകദേശം 6 മണിയായപ്പോൾ എൻ്റെ മൂത്തമ്മാച്ചൻ്റെ മകനും ഭാര്യയും കൂടെ വന്നു. അവരെയും തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ 5:15 മുതലുള്ള ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായി, ഒരു 8 മണി ആയപ്പോഴത്തേന്
ഇപ്പോൾ തലച്ചിലിരിക്കുന്ന അച്ഛൻ എൻ്റെ അടുത്തിരുന്നു. ഇപ്പോൾ വന്നതിലും എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറയച്ച വളരെ പോകാനുള്ള അവസ്ഥയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്നു. ഇവിടുത്തെ അച്ഛന്മാരൊക്കെ അങ്ങോട്ട് തിരിച്ച് കടത്തി 7 മണിയായപ്പോൾ. അത് കഴിഞ്ഞ് നൂർത്ത് കടത്തി വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ ഏകദേശം 8:45 ഒന്നുകൂടെ തിരിച്ച് കടത്തി. അങ്ങനെ 8:45 9 പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരിഞ്ഞ് പിന്നെ ഇവിടുത്തെ അപ്പച്ചൻ വന്ന് പെട്ടെന്ന് അപ്പച്ചൻ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അന്നേരം കർത്താവിന് താൻ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തുവാൻ കർത്താവ് സഹായിച്ചു. ഇത്രത്തോളം ദൈവം നടത്തി തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഭാര്യയ്ക്ക് കടന്നു വരാൻ സാധിച്ചില്ല. വീട്ടിലെ സാഹചര്യം അതുപോലെ ആയിരുന്നു. വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ദൈവം ഇത്രത്തോളം സഹായിച്ചോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും കർത്താവിൻ്റെ കൃപയാൽ നിറയ്ക്കണം. അതിനായി വിശുദ്ധന്മാരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു. ദൈവനാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ദിവസങ്ങളിലായിരിക്കാൻ ദൈവം എനിക്ക് സഹായിച്ചവൻ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ വീട്ട് കർത്തൃസന്നിധിയിൽ വിശ്രമത്തിന് കടന്നുപോയിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 4 മക്കളാണ്. ഏറ്റവും മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ് ഇദ്ദേഹം. രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഇവിടെയുണ്ട്. മൂന്നാമത് ഞാൻ, എൻ്റെ ഇളയ സഹോദരിയും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏതാണ്ട് 30 വർഷത്തോളമായി ഡൽഹിയിലും മറ്റും ജോലി ചെയ്ത് ജീവിക്കുന്നു. അവിടെ സെൻട്രൽ ബേത്തോമിലുള്ള വിശുദ്ധന്മാരോടുള്ള ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഉറയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. താൻ ഈ ഭൂമിയിൽ തൻ്റെ ജീവിതം മുഴുവനും വളരെ പ്രതിഷ്ഠാ മനോഭാവത്തോടുകൂടി ജീവിതം അർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നുപോയി. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചെറുപ്രായം മുതലുള്ള അവസ്ഥകൾ എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ അല്പസ്വല്പമായിട്ട് പറഞ്ഞുവെങ്കിലും എൻ്റെ അറിവിൽ പ്രകാരം അറൗണ്ട് എൻ്റെ ജ്യേഷ്ഠന് 2.5 വയസ്സുള്ള സമയത്ത് എൻ്റെ മാതാവും പിതാവും മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഈ വിശ്വാസത്തിൽ കടന്നു വരുവാൻ സഹായിച്ചു. ആ സമയത്ത് പ്രിയപ്പെട്ട് കർത്താവിന് സന്നിധി വിശ്രമിക്കുന്ന ലാസറപ്പച്ചൻ നെല്ലിക്കമണിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ ജ്യേഷ്ഠ സഹോദരനെ കൊണ്ട് മാതാപിതാക്കൾ നെല്ലിക്കമണ്ണി വരെ കടന്നുപോയി. ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വളർന്നു വരവേ രണ്ടാമത്തെ ജ്യേഷ്ഠ സഹോദരനും ഈ വിശ്വാസി, ഞങ്ങളെല്ലാവരും പിന്നെ വിശ്വാസത്തിലാണ് ജനിപ്പാൻ സഹായിച്ചത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വന്ന് ഞങ്ങളുടെ ചെറുപ്രായം മുതൽ വളരെ ചെറുപ്രായങ്ങളിൽ കഷ്ടത്തിലും പ്രയാസത്തിലും വളർന്നു വന്നായിരുന്നു. എങ്കിലും പിതാവും മാതാവും വളരെയധികം ഈ അതിപവിത്ര വിശ്വാസത്തിന് വേണ്ടി, ഈ ഉപദേശ സത്യത്തിന് വേണ്ടി നിലനിൽപ്പാൻ വിശുദ്ധന്മാരോട് ചേർന്ന് തോളോട് തോൾ ചേർന്ന് ഈ വിശ്വാസത്തിൽ മുന്നേറുവാൻ ദൈവം അവർക്ക് കൊടുത്ത ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ 4 പേരെയും അവർ വളരെ ഭക്തിയോടും വളരെ വിശ്വാസത്തിൽ ഉപദേശ സത്യത്തിൽ വളർത്തുവാൻ ദൈവം അവർക്ക് ഭാഗ്യം കൊടുത്തു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഞായറാഴ്ച ദിവസം രാവിലെ ഞങ്ങൾക്കൊരു ആഹാരം പോലും ഒന്നും തരാതെ തന്നെ ചർച്ചിൽ കൊണ്ടുപോവുകയും സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യും. എൻ്റെ പിതാവ് സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറിയും മറ്റുമായിരുന്നു. സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്ത് സഭായോഗത്തിന് ശേഷവും ആണ് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ആഹാരം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ ഉപദേശ സത്യത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങളെ പഠിപ്പിപ്പാൻ ഞങ്ങളുടെ പിതാവിനും മാതാവിനും സഹായിച്ചു. അതിൻ്റെ ബലത്തിൽ ഇങ്ങനെ ജീവിച്ചു വരവേ ഭവനത്തിൽ കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളുണ്ട് എങ്കിൽ തന്നെയും എൻ്റെ പ്രിയ സഹോദരൻ ആ സമയങ്ങളിൽ ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡും പാസ്സായി അങ്ങനെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 19.5 വയസ്സായ സമയത്ത് അദ്ദേഹം പാസ്പോർട്ട് എടുത്തിരുന്നു. എൻ്റെ പിതാവിൻ്റെ സഹോദരി മാവി ബഹ്റൈനിൽ അന്ന് ഗവൺമെൻറ്റിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ കൊണ്ടുപോകാൻ വേണ്ടി അടുത്ത ആഴ്ച ജ്യേഷ്ഠനെ കൊണ്ടുപോവുകയാണ് ബഹ്റൈനിൽ. അപ്പോൾ ഈ ആഴ്ച വന്ന് എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഒരു കാത്തിരിപ്പ് യോഗത്തിന് ശേഷം ഞാൻ ദൈവവിളി ഉണ്ടായി സുവിശേഷ വേലയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ പിതാവിന് അല്പം വിഷമമുണ്ടായി എങ്കിൽ തന്നെയും എന്നിട്ട് പറഞ്ഞു, മോൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുക എന്ന് പറഞ്ഞ് 1978 തൻ്റെ 19ാമത്തെ വയസ്സിൽ
ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിപ്പാനും ദൈവം സഹായിച്ച വൻ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും താൻ അങ്ങനെ വളരെ ആത്മാർത്ഥമായി ജീവിപ്പാൻ ദൈവം സഹായിച്ചു. തന്നിൽ കണ്ട ചില ഗുണങ്ങളെപ്പറ്റി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും പറയും എല്ലാവരിലും നല്ലതും തീയതും ഉണ്ടാവും. എന്നാൽ ഞങ്ങൾ ഫാമിലിക്കാർ കണ്ട ചില കാര്യങ്ങളെ അദ്ദേഹം വളരെ പ്രതിഷ്ഠാ ജീവിതമുള്ളവനായിരുന്നു. കാരണം അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരത്തില്ലായിരുന്നു. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തോട്ട് പോസ്റ്റിംഗായി വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് തിരുവല്ല കൺവെൻഷന് വേണ്ടി മാത്രം മാസിക പ്രവർത്തനത്തിന് വരുമ്പോൾ ബുധനാഴ്ച രാത്രിയിൽ 9:30-ക്ക് ശേഷം വീട്ടിൽ വരും. ഞങ്ങളെല്ലാം ഉറങ്ങുമായിരിക്കും. ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കടന്ന് വരും. ആഹാരം കഴിച്ച് രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് അദ്ദേഹം വീണ്ടും തിരുവല്ലയ്ക്ക് പോകും. അത്രമാത്രമായിരുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യമായിരുന്നു വീട്ടിൽ കടന്നു വരുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെയായിരുന്നു. ഒരു പ്രതിഷ്ഠാ ജീവിതം ചെയ്ത് മുന്നോട്ട് വരുന്ന വ്യക്തിയായിരുന്നു. മാതാപിതാക്കളെ സഹോദരങ്ങളെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ വളരെ പ്രതിഷ്ഠയുള്ളവനായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കണ്ട ഒരു കാര്യം, വിശ്വാസികളിലും മറ്റും വളരെ കഷ്ടം അനുഭവിക്കുന്നവരോട് കരുണ കാണിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനത് മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് വിശ്വാസികളെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇത്ര വർഷക്കാലം മുഴുവനും ഈ വിശ്വാസത്തിന് വേണ്ടി, ഈ അടിയുറച്ച വിശ്വാസത്തിൽ പോരാടുവാനും ജീവിപ്പാനും അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവസാന ചില വർഷങ്ങളിൽ അദ്ദേഹത്തിന് നിന്ദകളും അവമാനങ്ങളും അധികമായി സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ വിശ്വാസത്തിൽ മുന്നോട്ട് അടിയുറച്ച് പോകാൻ ദൈവം സഹായിച്ചു. ഞാൻ അറൗണ്ട് അനേക വർഷങ്ങൾക്ക് എളുപ്പമാണ്. എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു, അച്ഛാ, എന്ത് കഷ്ടം വന്നാലും എന്ത് പ്രയാസം വന്നാലും നമ്മളിലുള്ള ഇവർ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കണം, നമുക്ക് പ്രിയം വെച്ച കർത്താവിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ അതിലൊന്നും സാരമില്ലടാ, നീ പേടിക്കണ്ട, ഞാൻ വളരെ ധൈര്യമുള്ളവനാണ്, എന്തു വന്നാലും അതിനകത്തൊന്നും എന്നെ കിട്ടത്തില്ല, ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അനേക ഭാരങ്ങൾ, നിന്ദകൾ, അവമാനങ്ങൾ സഹിച്ചുവെങ്കിൽ തന്നെയും താൻ പ്രിയൻ വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ കൂടെ വാഴുകയാണ്. അങ്ങനെ സഹിച്ചതിൻ്റെ പ്രകാരം അദ്ദേഹത്തിന് കിട്ടുന്ന നീതിയും കിരീടത്തിന് മുത്തുകൾ അധികം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ താൻ പ്രിയം വെച്ച, താൻ ഞങ്ങളെ പഠിപ്പിച്ച മാതൃകകൾ മുന്നോട്ട് ജീവിപ്പാൻ ഞാനും ആഗ്രഹിക്കുന്നു. വേറൊരു കാര്യവും, അദ്ദേഹം പ്രിയം വെച്ച കർത്താവിൽ ചേർത്തുകൊണ്ടത് കുടുംബത്തിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സാക്ഷിയിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത്ര വർഷക്കാലവും ഇവിടെ ഈ ഉള്ള സമയങ്ങളിലും ഈ വളരെ അല്പം പ്രയാസം ഉണ്ടായ സമയങ്ങളിൽ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ സ്നേഹിച്ചവരെ എല്ലാവർക്കും വേണ്ടിയുള്ള കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ നന്ദിയും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവകർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ വിട്ട് അർത്ഥസമയിൽ ചേർക്കപ്പെട്ട പ്രിയ പാസ്റ്ററെക്കുറിച്ച് 2 വാക്ക് സാക്ഷി പറയണമെന്ന് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ കുടുംബക്കാരുടെ കൂട്ടത്തിൽ ഇവിടെ വന്ന് ഇരുന്നത്. നിന്നുകൊണ്ട് സാക്ഷി പറയുവാൻ ശാരീരികമായി ഇപ്പോൾ അല്പം ബലഹീനതയുണ്ട്. ചില ദിവസങ്ങൾക്ക് മുൻപ് ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്യുവാനും ഇപ്പം ശരീരത്തിന് അതിൻ്റേതായ ഒരു ക്ഷീണവും കിതപ്പും ശ്വാസം മുട്ടലും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് ഇരുന്ന് സാക്ഷി പറയാമല്ലോ എന്ന് വിചാരിച്ചു മാത്രവുമല്ല, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ഏതാണ്ട് 26 വർഷങ്ങൾക്ക് മുൻപാണ്. എൻ്റെ മൂത്ത മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മാവിയുടെ മകളെയാണ്. അല്ലെങ്കിൽ എൻ്റെ മരുമകളുടെ മാച്ചൻ്റെ മകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനന്മാർ 5 പേരാണ്. 5 പേർക്കും കൂടെ ഒരു സഹോദരി ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ആ മകളെ ആണ് എൻ്റെ മകൻ വിവാഹം കഴിച്ചത്. ആ വിവാഹ ശുശ്രൂഷയിൽ അവിടെ വെച്ചാണ് ദൈവമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. ഇപ്പോൾ മാവി ശാരീരികമായ വളരെ ബലഹീനതയൊക്കെ ആയിട്ട്
ഒരു മകൾ കുടുംബമായിട്ട് കാനഡയിലുണ്ട്. സ്ഥിരമായിട്ട് അവിടെ പോയി താമസിക്കുവാനായി പോയിരിക്കുകയാണ്. ഞാൻ സാക്ഷി പറയുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവരുടെയും അവിടെ താമസിക്കുന്ന മകളുടെയും കുടുംബാംഗങ്ങളുടെയും അനുശോചനവും പ്രത്യാശയും അറിയിക്കണമേ എന്ന് എന്നെ അറിയിച്ചിരുന്നു. കൂടാതെ എൻ്റെ മകനും കുടുംബവും UK-യിലായിരിക്കുന്നു. അവരുടെയും അനുശോചനവും പ്രത്യാശയും തരുണത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളുടെയും കുടുംബങ്ങളുടെയും അനുശോചനം അറിയിച്ചു കൊള്ളുന്നു. ഈ പ്രിയപ്പെട്ടവൻ വളരെയേറെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു എന്നുള്ളത് എനിക്കറിയാം. ആദ്യമായിട്ട് ഞാൻ കണ്ടു പുള്ളിയെ പരിചയപ്പെട്ട ആ നാളുകളിൽ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഒരു ചട്ടമ്പിയാണെന്ന്. ആ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അങ്ങനെയായി എനിക്ക് തോന്നിപ്പോയത്. പക്ഷെങ്കിൽ പിൽക്കാലത്ത് പുള്ളിയുമായിട്ടുള്ളവരുടെ അടുത്തപ്പോൾ ഇത്ര കരുണാസമ്പന്നനായ ലോലഹൃദയനായ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണല്ലോ താനെന്ന് ഞാൻ വിചാരിച്ച് അന്ന് ഞാൻ ചിന്തിച്ചതിനെക്കുറിച്ച് ഞാൻ അനുദപിച്ചു പോയിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ശുശ്രൂഷ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. വളരെയേറെ കഷ്ടവും പ്രതികൂലവും നിന്ദയും പരിഹാസവും പട്ടിണി അതിൻ്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയും ആ അഭിഷേകത്തിൻ്റെ ശക്തിയുമില്ലാതെ പറ്റുകയില്ലല്ലോ. ഞാനും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു സേവകനായിരുന്നു. ഞാനിപ്പോഴത് ഓർക്കുകയാണ്. 1965 71 ഒക്കെ നടന്ന യുദ്ധത്തിൽ ഞാൻ ഫോർവേഡ് ഏറിയയിൽ ഞാൻ പങ്കെടുത്തതാണ്. അപൂർവം ആളുകൾക്ക് ലഭിച്ച ഒരു ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും ആ പാകിസ്ഥാനുമായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുവല്ലോ. എന്നാൽ ഇദ്ദേഹം സകലത്തിൻ്റെയും സൃഷ്ടിതാവും രാജാതിരാജാവും കർത്താവുമായവൻ്റെ ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടിൽ ശ്രേഷ്ഠമായ ഒരു ഉദ്യോഗം ഈ ഭൂമുഖത്തിലുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ സർവീസ് കഴിഞ്ഞ് വിരമിച്ചിട്ടിപ്പോൾ 40 വർഷം കഴിഞ്ഞു. 41ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഇപ്പോഴുള്ള നമ്മുടെ പല സെൻട്രൽ പാസ്റ്റർമാരെ എനിക്കറിയാം. ഞാൻ പറയാറുണ്ട്, അന്ന് ഞാൻ വേലയ്ക്കിറങ്ങിയിരുന്നെങ്കിൽ ഞാനൊരു സെൻട്രൽ പാസ്റ്ററായി പോയേനെയല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെങ്കിൽ വെളി ഇല്ലാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി ഇതിൽ നിലനിൽപ്പാൻ കഴിയില്ലല്ലോ. ചിത്രശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ ചെയ്തിട്ട് കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ട ഇദ്ദേഹം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അദ്ദേഹം വിശ്രമിക്കാൻ പോയിരിക്കുകയാണ്. അവരുടെ പ്രവൃത്തികൾ അവരെ പിൻപറ്റുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. നമുക്കും ഒരു കടന്നുപോക്കുണ്ടെന്ന് നമ്മൾ പലപ്പോഴും മനസ്സോടെ മറന്നു കളയാകുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങേ ആഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട സെൻട്രൽ പാസ്റ്ററാണ് പുറന്തൂർ സഭയിൽ വന്ന് സഭായോഗം നടത്തിയത്. സഭായോഗത്തിൻ്റെ മധ്യേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ വരാമെന്ന് നേരത്തെ ഏറ്റുപോയതുകൊണ്ട് ഞാൻ വന്നതായില്ലെങ്കിൽ വരികയില്ലായിരുന്നു. കൊച്ചു പാസ്റ്റർക്ക് നല്ല സുഖമില്ല, ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ജോയി എൻ്റെ അടുത്ത് വന്നു, വിവരങ്ങൾ പറഞ്ഞു. ഞാൻ വളരെ അവശതയിലായിരിക്കുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് സുഖമില്ലാതിരിക്കുന്ന ആ സമയങ്ങളിലൊക്കെ വരികയും കാണുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫാസ്റ്ററിക്ക് പറയണേ, എനിക്ക് നല്ല സുഖമില്ല, യാത്രയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കാനൊക്കെയും ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും സംസാരിച്ചപ്പോൾ എനിക്ക് നല്ല കിതപ്പാണ്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് ശേഷം താൻ പ്രത്യാശ വെച്ച കർത്താവിൽ സന്നിധിയിലെത്തുവാൻ സാധിച്ചല്ലോ. എനിക്കും ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും സാക്ഷി പറഞ്ഞതാണ്, എനിക്ക് മരണഭീതിയില്ല. എപ്പോഴും റെഡിയായിരിക്കും. നമുക്കെല്ലാവർക്കും വേണ്ടിയത് അത് തന്നെയാണ്. എപ്പോൾ വിളിച്ചാലും പോകാൻ തയ്യാറായിരിക്കണം. ഞാനതിന് പ്രാഗൽഭ്യത്തോടെ എൻ്റെ വോട്ട് ഓടുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയുന്നുവെങ്കിലും ജീവനോടിരിക്കുന്നിടത്തോളം ഒരൊറ്റ മനുഷ്യനും ഞാൻ പൂർണ്ണനാണെന്ന്
പറയുവാൻ കഴിയുകയില്ലല്ലോ. നോട്ടത്തിലും ചിന്തയിലും സംസാരത്തിലും ഇടപാടുകളൊക്കെ തെറ്റുകുറ്റങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എന്നാൽ അതിനെക്കുറിച്ച് ബോധം വന്നിട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസേനയിൽ നിരപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള പ്രാഗൽഭ്യം. അതിന് ഞാൻ യോഗ്യനാണെന്ന് ഞാൻ ഇന്നും കരുതുന്നു. അതുകൊണ്ട് ഏതൊരു സമയം പോകുവാൻ ഞാൻ ഒരുക്കമുള്ളവനായിരിക്കുന്നു. ഇപ്പോൾ ശരീരത്തിന് എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന വെളിയിലൊക്കെ ഉള്ള പ്രിയപ്പെട്ടവരെ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമം എല്ലാ രീതിയിലും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നിത്യതയിൽ വസിക്കുന്ന സി അപ്പച്ചൻ പുനലൂര് മൂപ്പനായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നെ പ്രാർത്ഥിച്ച് ശക്തന്മാരുടെ വാഹനം ഓടിക്കാനായിട്ട്, അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ രാജു അപ്പച്ചൻ, പിന്നെ തുടർന്ന് ഞാൻ അപ്പച്ചന്മാർ അനവധി വന്നു. കൃപയാൽ ഈ നിമിഷം വരെയും ദൈവം എന്നെ നിലനിർത്തി. അപ്പച്ചനെ കുറിച്ച് പറയാൻ ഞങ്ങൾ അല്പകാല ജീവിതമാണെങ്കിലും ഒന്നോർത്താൽ എനിക്കൊരു പിതാവായിരുന്നു. ചില സമയങ്ങളിൽ എനിക്കൊരു കൂട്ടുകാരനാണ്. ഞങ്ങൾ തനിയെ യാത്ര ചെയ്യുമ്പോഴാണ് തമാശ പറയുന്നതും ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും അപ്പച്ചൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് എന്നോട് പങ്കുവയ്ക്കുന്നതും. അനേക വിഷയങ്ങൾ ഓർമ്മയ്ക്കായിട്ട് അപ്പച്ചൻ എനിക്ക് നൽകി. ബുധനാഴ്ച ലാസ്റ്റ് ഞങ്ങൾ കൺവെൻഷന് അവസാന യാത്ര ഞങ്ങളുടെ റാന്നിയിൽ കൺവെൻഷനാണ്. മൂന്നാർ പോയി. ബുധനാഴ്ച ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പച്ചൻ്റെ അടുത്ത് വന്നു. അപ്പച്ചൻ പറഞ്ഞു പോണ്ട, എൻ്റെ അടുത്തിരിക്കാൻ പറഞ്ഞു. അപ്പച്ചനോട് ഞാനും കൊച്ചു ബ്രദറും ഞങ്ങൾ അപ്പച്ചനെ അടുത്തിരുന്നു. അനേക കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് എന്നോട് സംസാരിച്ചു. ഉച്ചയായപ്പോൾ വലിയപ്പച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ജോയി വീട്ടിൽ പോണ്ട, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. രാത്രി 9 മണിയായപ്പോൾ അപ്പച്ചൻ പ്രിയമ്മച്ച സന്നിധിയിൽ കടന്നുപോയി. അനേക വിഷയങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടുന്നുണ്ട്. എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാനും എൻ്റെ ഓട്ടം ശ്രദ്ധയോടെ ഓടുന്നു. ബിരുദ പ്രാപിപ്പാൻ ശിഷ്യന്മാരുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രിയവാസ്ത്രയെക്കുറിച്ച് ഒരു വാക്ക് പറയുവാൻ തൊക്കണം. കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ മകനാണ് ഈ പ്രിയവാസ്ത്ര. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മാതാവും പിതാവും പാസ്റ്ററുടെ മാതാവും പിതാവും അവർ മാത്രമേ ആദ്യമേ വിശ്വാസത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നാലും അവർ വിളിച്ച നാൾ മുതൽ അവസാന സമയം വരെയും പിടിച്ചിരുന്ന വിശ്വാസത്തിൽ നിലനിൽപ്പാൻ കൊണ്ടും കർത്താവ് സഹായിച്ചു. അനേക കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെയും ജീവിതത്തിൽ നേരിട്ടു. രോഗങ്ങൾ പലതും വന്നു. മാരകമായ രോഗങ്ങളെ ഈ പാസ്റ്ററുടെ മാതാവിനെ പിതാവിനെയും പിടിച്ചു. എങ്കിലും അതിൽ നിന്നൊക്കെയും വീണ് താണു പോകാതെ വണ്ണം വിശ്വാസത്തിൽ നിലനിൽപ്പാൻ തൊക്കണം എൻ്റെ മാവനും സഹായിച്ചു. എൻ്റെ മാതാവും പിതാവും അതുപോലെ എല്ലാവരും പിടിച്ചിരുന്ന വിശ്വാസത്തിൽ അവസാനം വരെ നിലനിൽപ്പാൻ തൊക്കണം സഹായിച്ചു. അവർ പിടിച്ചിരുന്ന വിശ്വാസത്തിൽ ഞങ്ങൾ മക്കളെയും ഈ 2 കുടുംബങ്ങളിലെ മക്കളെയും വളർത്തുവാൻ തൊക്കണം അവർക്ക് സഹായിച്ചു. സാജൻ പറഞ്ഞതുപോലെ രാവിലെ സൺഡേ സ്കൂളിന് പോയാൽ ഭക്ഷണം പോലും തരാതെ ഞങ്ങളെ കൊണ്ടുപോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചിലപ്പം ഫീത്തോമേൽ വല്ലതും ഉണ്ടെങ്കിൽ അവിടുന്ന് ഞങ്ങൾക്ക് തരും കഴിക്കാൻ. ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ വരുന്ന സമയം പിന്നെ വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാരെ സന്ധ്യ കഴിഞ്ഞിട്ട് ആ ഫെയ്ത്തോമിൽ നിന്ന് വീടുകളിൽ വരികയുള്ളൂ. ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ട് അവിടെ എവിടെയെങ്കിലും രോഗികളെ കാണാനോ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുക, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വരികയുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെ അനുസരണത്തിലും ദൈവഭയത്തിലും വളർത്തി ലോകത്തിലേക്കോ ലോകയിമ്പങ്ങളിലേക്കോ പോകാതെ വേണം ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അവർ നടത്തി. എൻ്റെ ഭവനത്തിൽ 5 മക്കളും അവരുടെ ഭവനത്തിൽ 4 മക്കളും ഉണ്ടായിരുന്നു. അതിൽ 2 പേരെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വിടുവാനും സഹോദരി 1 വർഷം ശുശ്രൂഷ ചെയ്തു. പിന്നെ ട്രാൻസ്ഫറായി തിരുവനന്തപുരത്ത് വന്നു. 2 മാസമാകുന്നതിന് മുമ്പേ അവളും കർത്താവിൻ്റെ രാജ്യത്തിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. പ്രിയവാസ് അവിടെ 77 കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നു. അത് കഴിഞ്ഞ് പിന്നെ മദ്രാസിൽ പോയി ട്രെയിനിങ് കഴിഞ്ഞ് തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് വന്ന് അവിടുന്ന്
അവിടെയുള്ള മാസിക പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടു. അവിടെ കർത്തനെ ശുശ്രൂഷ ചെയ്യുവാൻ കൊണ്ട് സഹായിച്ചു. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ദൈവമക്കളും എല്ലാവരും പറയും, എല്ലാവരെയും എളിയവരെയും ദരിദ്രരെയും എല്ലാം സഹായിക്കുകയും അവരുടെ കഷ്ടസമയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും പല പ്രാർത്ഥനയ്ക്ക് അവർക്ക് തക്ക സമയത്ത് ഉത്തരം ലഭിച്ച് അവരെല്ലാവരും സന്തോഷത്തോടെ പറയുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് അവിടെയുള്ള ദൈവമക്കൾക്കെല്ലാം വളരെ ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. ഓരോ ദിവസവും കർത്താവ് താങ്ങി നടത്തി. എന്നാൽ പലവിധമായ കഷ്ടങ്ങൾക്കിടെയും ദുഃഖങ്ങൾക്കൂടെയും നിന്ദകൾക്കൂടെ എല്ലാം കടന്നു പോകേണ്ടി വന്നു. എങ്കിലും അതിലൊന്നും പതറിപ്പോകാതെ വണ്ണം ക്ഷീണിച്ചു പോകാതെ വണ്ണം കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഭവനത്തിൽ ജീവിപ്പാനുള്ള ഭാഗ്യം എൻ്റെ മകന് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ പിന്നെ എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും കുടുംബവും ഡൽഹിയിലായിരുന്നു. അവരും കർത്താവിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുവാൻ തൊക്കെ ഇടയായി. അവരുടെ മകളെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുത്ത് അവളിപ്പോൾ ബോംബെയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവർ. ഞങ്ങൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയതിനാൽ ആർക്കും ഒരു നന്മയ്ക്കും കുറവുണ്ടായില്ല. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് അനുഗ്രഹത്തോടെ നടക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അടിയങ്ങളെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചു. ഇനി ഞങ്ങളുടെ കുടുംബങ്ങളിൽ പലരും രക്ഷിക്കപ്പെടുവാനുണ്ട്. അവരെല്ലാം കർത്താവ് തക്ക സമയത്ത് രക്ഷിച്ച് കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരണം. കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന അടിയങ്ങളെ ഓരോരുത്തരെയും വിളിച്ച സ്ഥാനത്ത് വിശ്വസ്തരായി കാണപ്പെടുവാനിടയാക്കണം. പാസ്റ്റർ 77 കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടു. ഞാൻ 78 കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വന്നു. ശുശ്രൂഷയിലും പ്രായത്തിലും ഞങ്ങൾ ഓരോ വയസ്സിന് മൂപ്പുള്ളവരാണ്. എന്നാൽ അന്ന് മുതൽ ഇന്നുവരെയും കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ അടിയങ്ങളെ എന്നെ തന്നെ താഴ്ത്തുന്നു. എൻ്റെ ശുശ്രൂഷ പൂർണ്ണതയോടും വിശ്വസ്തയോടും കൂടി ചെയ്ത് നല്ല അവകാശം പ്രാപിപ്പാൻ തൊക്കെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എന്നുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാനും ഇവിടെ വന്നു കാലം മുതൽ ഈ കിടക്കുന്നതായ അപ്പച്ചൻ്റെ മുന്നിൽ എന്നെ അപ്പച്ചൻ സ്നേഹിച്ചു, ഞാനും അപ്പച്ചനെ സ്നേഹിച്ചു. എന്നാൽ എന്നോട് കൂടുതൽ വാത്സല്യമായിട്ട് 34 പേര് വന്നാലും ഞാനിവിടെ വന്നാലും എന്നെ വിളിച്ച് ഞാൻ അപ്പച്ചൻ്റെ റൂമിലേക്ക് പോകും. ഞാൻ ചെല്ലുമ്പോൾ എന്നെ അവിടെ റൂത്തിൻ്റെ പാട്ട് പാടാൻ പറയും. ആ റൂത്തിൻ്റെ പാട്ട് പാടി തീർന്നതിന് ശേഷം എന്നോട് പറയും, എനിക്ക് പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എനിക്ക് 2 മിഠായി തരും. ആ മിഠായും കൊണ്ട് ഞാൻ പോന്നാൽ ദൈവമക്കളെ ആ മിഠായി പോയി. എന്നാൽ അപ്പച്ചൻ്റെ മനസ്സ് ഇവിടെ പോന്നും എൻ്റെ മനസ്സിലേക്ക് എങ്ങും പോയിട്ടില്ല. മിഠായിയുടെ മനസ്സ് പോയാലും എൻ്റെ മനസ്സ് പോകും, എങ്ങും പോകില്ല. ആ മനസ്സോടു കൂടിയും ഇന്ന് ഈ 25 മുതൽ ഒരു കപ്പലിൽ കഴിഞ്ഞതായ ഞങ്ങൾ 19 വയസ്സുള്ളിലും ഇന്ന് 6 മാസമായില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അപ്പച്ചന് എല്ലാവരോടും സന്തോഷത്തോടു കൂടി യാത്ര പറയുവാൻ ലൂക്കോസ് 21-ന്റെ 27-ാം വാക്യത്തോടു കൂടി എൻ്റെ കർത്താവ് പറഞ്ഞാൽ ഞാനിത് പറയുന്നത്. ഈ സന്തോഷത്തോടു കൂടിയും എൻ്റെ അപ്പച്ചനോടു കൂടിയുള്ള സ്നേഹത്തോടു കൂടിയും ഇന്ന് ഇരിക്കുന്ന ഇത്രയും പേർക്കുള്ള ഈ പുതുവർഷത്തിൻ്റെ ഈ 5ാം വർഷത്തിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുവാനും കർത്താവ് ഇടയാക്കി തന്നതായ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ സാക്ഷി സ്തോത്രം. കർത്താവ് പ്രിയപ്പെട്ട ഞങ്ങളുടെ അപ്പൻ്റെ കാര്യത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞില്ല എങ്കിൽ വിഷമമാണ്. കാരണം ഞാൻ ചാത്തന്നൂർ സഭയിൽ ഉള്ള ഒരു വിശ്വാസിയാണ്. ചാത്തന്നൂർ സഭയിൽ അപ്പൻ ഇരിക്കുമ്പോൾ നല്ലൊരു അപ്പൻ്റെ ഹൃദയവും കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും വേലയിലുള്ള സ്നേഹവും സഭയിലുള്ള സ്നേഹവും ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കുറച്ച് ഒരു കൊച്ചു ഫെയ്ത്തുവവും ഒരു വസ്തുവായിരുന്നുള്ളത്. അത് വിറ്റ് വിശാലമായ ഒരു സ്ഥലം വാങ്ങിക്കണം, നല്ലൊരു വിശ്വാസ വീടും ഹോളും പണിയണമെന്ന് അപ്പന് വളരെ ആഗ്രഹമായിരുന്നു. ആ കാര്യത്തിന് വേണ്ടി ഞങ്ങളോടൊക്കെ പറയുകയും അങ്ങനെ അപ്പൻ ആ വസ്തു വിറ്റ് വിശാലമായ ആ കിഴക്കേ ആ ചാത്തന്നു നല്ല ഒരു സ്ഥലം വാങ്ങിക്കാനും വളരെ 10-65 സെൻറ്റ് കൂടുതൽ വാങ്ങിച്ചു. അവിടെ വിശ്വാസ വീട് പണിതു.
ആണ് ഹോളിന് പണി തുടങ്ങി. അങ്ങനെ എല്ലാറ്റിലും അപ്പൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വളരെ വളരെ ബദ്ധപ്പാടോടും പ്രത്യാശയോടും സഹിഷ്ണുതയും കഷ്ടമൊക്കെ സഹിച്ച് വേല ചെയ്ത പ്രിയപ്പെട്ട പിതാവിനെ ഓർക്കുമ്പോൾ കടന്നുപോയത് ഞങ്ങൾക്കൊരു വലിയ നഷ്ടമാണെങ്കിലും കർത്താവ് ചേർക്കേണ്ട ഒരു തക്ക സമയത്ത് ചേർത്തതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ ലോകത്തിൽ കഷ്ടവും പ്രയാസവും ദുഃഖവും ഭാരവും എല്ലാം തീർന്ന് അതൊന്നും ഇല്ലാത്തതായ നിത്യരാജ്യത്തിൽ ചെന്നല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെയും ജീവിതത്തിൽ ഇതൊക്കെയും കണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിച്ച് മുമ്പോട്ട് വരുന്നോളും ദൈവം ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടയും പ്രാർത്ഥനയും സാക്ഷി. ദൈവനാമത്തിന് നന്ദിയോട് പ്രിയ കൊച്ചപ്പച്ചനെ കുറിച്ച് രണ്ടു വാക്ക് സാക്ഷിപ്പാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കൊച്ചപ്പച്ചനെ കുറിച്ച് പറയുവാണെങ്കിൽ തേവലക്കര ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടുമായിട്ട് വളരെയധികം അടുപ്പവും സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നു. അത് സ്തോത്രം തന്നെ വല്ല തൻ്റെ മാതാവ് ഇവിടെ വരുമ്പോൾ പല സന്ദർഭങ്ങളിലും എൻ്റെ ഭവനത്തിൽ വന്ന് രാത്രി കാലങ്ങളിൽ ഉറങ്ങുവാൻ ഇടയായിട്ടുണ്ട്. പെയ്ത്തമ്മി സ്ഥലമില്ലാഞ്ഞിട്ടല്ല, വീട്ടിൽ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സ്നേഹവും സഹകരണവും ഓർത്ത് അമ്മ വരുമ്പോൾ ഭവനത്തിൽ വന്ന് കിടന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയ കൊച്ചപ്പച്ചനാണ് ഞങ്ങളെ അങ്ങേയറ്റം വളരെയധികം സ്നേഹിച്ചൊരു പിതാവാണ്. കർത്താവിന് സ്തോത്രം. സഹോദരിമാരെന്ന് പറഞ്ഞാൽ എന്ത് അവർക്ക് വേണോ അത് വാങ്ങിച്ചു കൊടുക്കാൻ നല്ല മനസ്സാണ്. കർത്താവിന് സ്തോത്രം. പുള്ളിക്ക് കിട്ടുന്ന പൈസയൊന്നും അങ്ങനെ സ്വരൂപിച്ച് വെക്കുന്ന സ്വഭാവമില്ല. കിട്ടുന്ന പാവങ്ങൾക്ക് കൊടുക്കുക, സഹോദരങ്ങൾക്ക് കൊടുക്കുക, കൂട്ടുവേലക്കാർക്ക് കൊടുക്കുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ പുള്ളിയുടെ ആഗ്രഹം. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ ഈ വളരെയധികം ശോഭിച്ചൊരു ദാസനാണ്. കർത്താവിന് സ്തോത്രം. ഈ 66 പുസ്തകവും കൊച്ചപ്പച്ചൻ കാണാപ്പാടാണ്. വചനം എടുക്കുവാൻ വേണ്ടി ബൈബിൾ തുറക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് ഡയറി ആയിരുന്നു. ഞങ്ങൾക്കെല്ലാം നല്ല ബുദ്ധിോപദേശങ്ങളൊക്കെ പറഞ്ഞു തരും. ഞാനിരിക്കുന്ന ഫെയ്ത്തം എന്നാൽ കുറച്ച് നേരം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനത്തോടെ പോകുന്ന അനുഭവമാണ്. കർത്താവിന് സ്തോത്രം. വരുന്ന ഞങ്ങൾക്കെല്ലാം ഒരു ആശ്വാസമായിരുന്നു. സ്തോത്രം. തന്നെയുമല്ല എൻ്റെ ആങ്ങളെയും വലിയ സ്നേഹമായിരുന്നു. ഖത്തറി വിളിക്കുമ്പോൾ അവനെ വിളിക്കുന്ന എടാ നീ എന്നെ വിളിച്ചില്ലല്ലോ, 2 ആഴ്ച കൂടെ വിളിച്ചില്ലെങ്കിൽ അവനോട് പറയടാ നീ എന്നെ വിളിച്ചില്ലല്ലോ, നീ എന്താ വിളിക്കാത്തതെന്നും പറഞ്ഞ് ആങ്ങളെ വഴക്ക് പറയുവായിരുന്നു. സ്തോത്രം. അവൻ്റെ മരണസമയത്ത് താൻ മദ്രാസിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷി പറയാനും ഇടയാക്കി. അത്രയ്ക്ക് ഒരു സഹോദര ബന്ധം എൻ്റെ ഭവനവുമായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരോടും പ്രത്യേക സ്നേഹം, എല്ലാവരുടെയും പേരും അറിയാം, എല്ലാവരും വിളിക്കും. എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കൊച്ചപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ മൂന്നാർ കൺവെൻഷന് അപ്പച്ചന് വയ്യായെങ്കിലും മൂന്നാർ കൺവെൻഷന് വരുവാൻ സഹായിച്ചു. തന്നെയല്ല എൻ്റെ മുറിയിൽ വന്ന് ഒരു 10-15 മിനിറ്റെങ്കിലും പുള്ളി അവിടെ എൻ്റെ കസേരയിലിരുന്ന് അവിടെയൊക്കെ മുറിയിൽ കസേരയിലിരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് കടന്നുപോയാണ്. കർത്താവിന് സ്തോത്രം. അതിനുശേഷം റാന്നി കൺവെൻഷന് പോയപ്പോൾ കൊച്ചപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നു. കൊച്ചപ്പച്ചന് വയ്യാന്നറിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ കൊച്ചമ്മച്ചിയും കൊട്ടാരക്കര കൊച്ചമ്മച്ചിയും ഞാനും കൂടെ അപ്പച്ചൻ്റെ മുറിയിൽ പോയി കൊച്ചപ്പച്ചനെ കാണുവാനിടയാക്കി. അപ്പോൾ അപ്പച്ചനൊന്നും സംസാരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നെങ്കിലും കണ്ണു തുറന്ന് ഞങ്ങളെ നോക്കുകയും ഹൃദയത്തിൽ അത് സംഗ്രഹിക്കുകയും ചെയ്തു. എപ്പോൾ വന്നാലും കയ്യിലുള്ളത് പുള്ളിയുടെ ആസ്തി അനുസരിച്ച് സഹായിപ്പാൻ നല്ല മനസ്സായിരുന്നു. സ്തോത്രം. മദ്രാസ് വെച്ച് കണ്ടപ്പോഴും എനിക്ക് നല്ലപോലെ സഹായിച്ചു. സ്തോത്രം. മൂന്നാറിൽ ഞാൻ പറഞ്ഞ അപ്പച്ച, ഞാൻ ഇവിടെ അപ്പച്ചനോട് മൂന്നാറിൽ വന്ന് എനിക്ക് തന്നതാന്നില്ല, ഇനി വേണ്ട അപ്പച്ചെന്ന് പറഞ്ഞു. ഇല്ല, നീ മൂന്നാറിലല്ലയോ, നീ ഇത് വാങ്ങിയത് എന്ന് പറഞ്ഞ് പിടിച്ചേൽപ്പിക്കുമായിരുന്നു. സ്തോത്രം. ഒരു കരുതൽ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. സ്തോത്രം. എനിക്ക് ഇവിടുത്തെ യാത്ര ചെയ്ത് വരാൻ കഴിവില്ല എങ്കിൽ തന്നെ കൊച്ചപ്പച്ചൻ്റെ ആ മരണവാർത്ത കേട്ടപ്പോൾ എനിക്കും ദുഃഖമുണ്ടായി. ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും കടകപ്പച്ചൻ ചോദിച്ചു മൂന്നാറിൽ പോകുന്നു, പുനലൂർ പോകുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നു പച്ചാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പനും വലിയപ്പച്ചൻ അവിടെ ഇല്ലെങ്കിലും കൊച്ചപ്പച്ചൻ ഞാൻ കൊത്ത് വരുവാനിടയാക്കിയിട്ട്. സ്തോത്രം. തൻ്റെ സഹോദരങ്ങളെല്ലാം നീ ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ പലവിധമായ പ്രയാസങ്ങളിൽ നിന്നെല്ലാം പുള്ളി സഹിച്ചിട്ടുണ്ടെങ്കിലും ഒരു റോസാപ്പ് പോലെ നീ ശോഭിപ്പാൻ പതിനിടയാക്കി ദാസനിടയാക്കിയല്ലോ. എനിക്കിതൊരു നല്ല അവസാനം പ്രായപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല പോട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം പ്രായിപ്പാൻ താൻ പോയിരിക്കുന്നു. അത് ഞാനും പ്രായിപ്പാൻ ഞാനും ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞുകൊണ്ട് സാക്ഷി തരുന്നു. നമ്മെ വിട്ട് കടന്നുപോയ അപ്പച്ചനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാനും ആഗ്രഹിക്കുന്നു. എൻ്റെ ചെറുപ്രായത്തിലെ അപ്പച്ചനെ എനിക്ക് നല്ലതുപോലെ അറിയാമെന്നാണ്. ഞങ്ങളുടെ സഭയിൽ 7 വർഷം ഒരു അടിയിൽ കർത്താവിൻ്റെ വേല ചെയ്തപ്പോഴെല്ലാം സുവിശേഷ വേലയ്ക്ക് പോകണമെന്നല്ല എന്നെ ഉപദേശിക്കുമായിരുന്നു. അവൻ ഞാനും പറയാം അപ്പച്ച സുവിശേഷ വേല എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്,
എനിക്കത് പറ്റത്തില്ലെന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ, എടി ഉലകപ്രകാരം എന്ത് തന്നെ ജീവിച്ചാലും അതിന് നിനക്കൊരു പ്രതിഫലമേ കിട്ടത്തില്ല. നീ ദൈവത്തിൻ്റെ വീട്ടിൽ വന്ന് മനഃപൂർവ്വമായി കഷ്ടപ്പെട്ട് ദൈവമക്കൾക്ക് ഒരാശ്വാസമായി വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചാൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പോകുമ്പോൾ സിയോനിൽ നിനക്കൊരു നല്ല പ്രതിഫലം കിട്ടും, നല്ലൊരു കിരീടം കിട്ടും എന്നെല്ലാം ഇങ്ങനെയെല്ലാം എന്നോട് പറയും. എന്നാലും ഞാൻ അപ്പച്ചനോട് എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അപ്പച്ചൻ എന്നോട് പറയരുതേ എന്നിങ്ങനെ പറയും. നീ സുവിശേഷ വേലയ്ക്ക് എഴുതി നിന്റെ തലയെ കൈവച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ വരും, നീ വേലയ്ക്ക് ഇറങ്ങിയില്ലേ നീ എൻ്റെ പേര് മാറ്റിക്കോ എന്ന് പറയും. ഞാൻ അത് കഴിഞ്ഞ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് 2 മാസത്തിന് മുമ്പ് അപ്പച്ചൻ അവിടെ നിന്ന് മാറിപ്പോയി, സ്ഥലം മാറിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ സുവിശേഷ വേലയ്ക്ക് എഴുതി കൊടുത്ത് വിശുദ്ധന്മാരെ കർത്താവിൻ്റെ വേലയ്ക്ക് എന്നെ വേർതിരിച്ച ശേഷം ഉടനെ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്കിൻ പ്രകാരം ഞാൻ നിന്റെ മുന്നിൽ ഇവിടെ വന്ന് നിൽക്കുന്നു, നീ നിനക്ക് ഇഷ്ടമുള്ള ഒരു പേര് എന്നെ ഇട്ട് നീ വിളിച്ചോ എന്നോട് പറഞ്ഞു. അതിന് ശേഷമായിട്ട് എന്നോട് പറഞ്ഞു, മുന്നോട്ട് വെച്ച കാലം നീ പുറകോട്ട് വെക്കരുത്, നിന്റെ മാതാപിതാക്കൾക്കോ നിന്റെ സഹോദരങ്ങൾക്കോ നീ ഒരു അപമാനമായിട്ട് നീ സുവിശേഷ വേല ചെയ്യരുത്. നീ ഇറങ്ങിയ ഉദ്ദേശം, നീ എവിടെ പോകാനായിട്ട് നീ ഇറങ്ങി തിരിച്ചുവോ ആ ഉദ്ദേശം നിന്നെ നിറവേറ്റണം എന്നോട് പറഞ്ഞ് അതിനുശേഷം മദ്രാസിൽ എന്നെ കൊണ്ടുവിട്ടിട്ട് പോയി. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് മദ്രാസിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് മൂന്നാർ സെൻട്രലിൽ വന്നു കഴിഞ്ഞിട്ടും അപ്പച്ചൻ എന്നെ കാണുമ്പോൾ എന്നെ നല്ല വഴക്ക് പറയും, എന്നെ നല്ല ഉപദേശിക്കുകയെല്ലാം ചെയ്യും. ഞാൻ എൻ്റെ പിതാവിനോട് പോലും ഒരാവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ വീട്ടിലിരിക്കുമ്പോഴും ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടാണ് എൻ്റെ പിതാവിനോട് ആവശ്യപ്പെടുന്നത്. അതിനേക്കാളും എനിക്കൊരു ധൈര്യവും ഒരു ഉറപ്പും ഈ അപ്പച്ചനോട് ഉണ്ടായിരുന്നു. എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ എവിടെ വെച്ച് കണ്ടാലും എനിക്കത് വേണമെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയത് ഞാൻ മേടിച്ചിരിക്കും. എന്നാൽ എന്നെ നല്ലതുപോലെ വഴക്ക് പറയും. ഒരു പ്രാവശ്യം എന്നെ ഫോൺ വിളിച്ചപ്പോൾ, യാദൃശ്ചികമായി ഫോൺ വിളിച്ചതാണ്, അപ്പോൾ ഞാൻ വയറിളക്കോ ഛർദിലുമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഉടനെ എന്നോട് പറഞ്ഞു, നിനക്ക് എന്നെ ആവശ്യമില്ലല്ലോ, ഞാൻ നിന്നെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ, നീ ഒരു ഗ്ലാസ്സിനകത്ത് ഇച്ചിരി വെള്ളം എടുക്കുക, നീ കൈവൈ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ കൈവച്ച് ആ വെള്ളം കുടിച്ച ഉടനെ തന്നെ എനിക്ക് പൂർണ്ണ സൗഖ്യമുണ്ടായി. അതിനുശേഷം പലപ്പോഴും എനിക്ക് ഏതെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ വിളിക്കും, ഉടനെ തന്നെ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും, എനിക്ക് സൗഖ്യമുണ്ടാകും. അതിനുശേഷമായി ഞാൻ എവിടെ വെച്ച് കണ്ടാലും എന്നെ നല്ലപോലെ ശാസിക്കും. തലമറന്ന് എണ്ണ തേക്കരുത്, നിന്നെ ഏൽപ്പിച്ച വേല നീ വിശ്വാസത്തോടെ ചെയ്യണം, പൂർണ്ണതയോടെ ചെയ്യണം, എന്നാലേ നിനക്ക് കിരീടത്തിൽ മുത്തുകൾ ശോഭിക്കുള്ളൂ. ഇങ്ങനെ അനേക കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും എന്നെ ഉപദേശിക്കുമായിരുന്നു. അതിനുശേഷം ഈ മൂന്നാർ കൺവെൻഷന് വന്നപ്പോൾ എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി അപ്പച്ചൻ്റെ അടുത്ത് കുറച്ച് സമയം സംസാരിച്ചു. അപ്പോൾ എന്നോട് നിനക്ക് എന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടതെല്ലാം എനിക്ക് തന്നു. ഇനി എനിക്ക് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മക്കളെ എന്നോട് പറഞ്ഞു. നീ സന്തോഷമായിരിക്കണം, മുന്നോട്ട് വെച്ച കാലം നീ പുറകോട്ട് ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. നീ ഒരു പെട്ടിയെടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങി വന്നു, അതുപോലെ വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ വിശ്വാസ വീട്ടിൽ നീ മരിച്ച് ഒരു ശവപ്പെട്ടിക്കകത്ത് വെച്ച് നിന്നെ അടക്കം ചെയ്യണം, അതാണ് ഇതിന്റെ ശ്രേഷ്ഠത, നീ അത് എപ്പോഴും നീ ഓർത്തുകൊള്ളണോ എന്ന് പറഞ്ഞു എന്നെ ഉപദേശിച്ചിട്ട് പോയി. ഇത്രയും പെട്ടെന്ന് നമ്മെ വിട്ട് കടന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഏതായാലും അപ്പച്ചനും പല ശരീരപ്രകാരം പല വിധത്തിലും കഷ്ടങ്ങൾ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ച് അപ്പച്ചന്റെ അവകാശത്തിൽ ചെന്ന് ചേർന്ന് കർത്താവ് എന്നെ ഏൽപ്പിച്ചതായ വേല വിശ്വസ്തയോടും പൂർണ്ണതയോടും ചെയ്ത് എൻ്റെ അവകാശത്തിൽ ഞാനും ചെന്ന് ചേരേണ്ടതിനെ എല്ലാവരുടെയും പ്രാർത്ഥന വീഴ്ച.